Good morning, dear traders. Welcome back to another video of pre-market analysis. നമുക്ക് ഇന്നത്തേക്ക് ബെസ്റ്റ് പോസിബിൾ എൻട്രീസ് തരാൻ ചാൻസ് ഉള്ള ഫോറക്സ് കറൻസി പേഴ്സും മെറ്റൽസും ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൻ്റെ കീ ലെവൽസും പ്രോബബ്ലി ബൈയിങ്ങും ഷോർട്ട് സെല്ലൊക്കെ തരാൻ ചാൻസ് ഉള്ള ലെവൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബിഫോർ ദാറ്റ് ഞാനൊരു കാര്യം മെൻഷൻ ചെയ്തിട്ട് നമ്മൾ പ്രീ മാർക്കറ്റ് അനാലിസിൽ ഒരു കൺസിസ്റ്റൻസി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി ലാസ്റ്റത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് പേര് DM അയച്ചിട്ടുണ്ടായിരുന്നു അനാലിസിസ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ആൻഡ് വി ആർ റീസ്റ്റാർട്ടിങ് പ്രീ മാർക്കറ്റ് അനാലിസിസ് അഗെയിൻ. സോ ഇന്നു മുതൽ പരമാവധി കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. പരമാവധി ലണ്ടൻ സെഷന് മുമ്പായിട്ടോ അല്ലെങ്കിൽ ന്യൂയോർക്ക് സെഷന് മുമ്പായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോ എന്തായാലും ഇന്നത്തെ ലണ്ടൻ സെഷന് ഹെഡായിട്ട് തന്നെയാണ് പരമാവധി നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഗോൾഡ് ഉൾപ്പെടെയുള്ള ഒരു രണ്ട് കറൻസി പേഴ്സ് നമ്മളുടെ വാച്ച് ലിസ്റ്റിലുണ്ട്. സോ രണ്ടിൻ്റെയും കീ ലെവൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഗോൾഡിൻ്റെ ഓവറോൾ ഇത് പറയുമ്പോഴത്തേക്കും ഗോൾഡ് ഇപ്പോൾ കറന്റ് ഒരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് നിൽക്കുന്നതല്ല. ഇപ്പോൾ കറന്റ് ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നിന്ന് കയറി മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ബട്ട് ഐ എം സ്റ്റിൽ ബെയറിഷ് ഓൺ ഗോൾഡ്. ഞാൻ ബുള്ളിഷ് ആവാൻ മാത്രം കൺഫർമേഷൻസ് ഒന്നും ഗോൾഡ് ടിൽ ദിസ് മൊമെന്റ് തന്നിട്ടില്ല. സോ ഈ ഒരു ഏരിയ ഞാൻ പറയുന്ന ഏരിയ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തോളൂ. 3340.29 ആൻഡ് 3370.47. FXCMൻ്റെ ചാർട്ടാണ് ഞാൻ ഗോൾഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. FXCMൻ്റെ ചാർട്ടിലാണ് ഞാൻ ഈ പറഞ്ഞ കീ ലെവൽസ്. സോ ഇവിടെ നിന്നും ഒരു 15 മിനിറ്റ് ആൻഡ് അബൌട്ട് ടൈം ഫ്രെയിംസിലൊക്കെ നമുക്ക് നല്ല ഷോർട്ട് സെൽ എൻട്രീസ് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പേഴ്സണലി ഞാൻ ഷോർട്ട് സെൽ ചെയ്യുന്നതായിരിക്കും ഗോൾഡ്. എൻ്റെ ഒരു ആവറേജ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കാണുന്ന സെൽസ് ലിക്വിഡിറ്റി ആയിരിക്കും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 3295.03 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലായിരിക്കും എൻ്റെ ഒരു ആവറേജ് ടാർഗറ്റ് എന്ന് പറയാം. സോ ആവറേജ് ടാർഗറ്റ് എന്ന് വെച്ചാൽ പ്രീ മാർക്കറ്റ് അനാലിസിസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും. എനിക്ക് ഡെഫിനറ്റ്ലി ഇതിന് മുമ്പും ഇവിടെ നിന്ന് ഷോർട്ട് സെല്ല് കിട്ടിക്കഴിഞ്ഞാൽ ടാർഗറ്റ് ലെവൽസ് ഉണ്ടാവും. അത് മാർക്കറ്റിൽ എൻട്രി വന്നു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡെഫിനറ്റ്ലി പറയാൻ പറ്റില്ല. പക്ഷേ ഒരു 1:1 തൊട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ് എൻട്രി വന്നതിനനുസരിച്ച് കേട്ടോ. സോ ഇതാണ് എനിക്ക് ഗോൾഡിലുള്ള വ്യൂ. ഓവറോൾ പറയുമ്പോൾ ഐ ആം വെരി ഷോർട്ട് ഗോൾഡ്. ആൻഡ് നെക്സ്റ്റ് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള കറൻസി പേര് നാസ് 100 ആണ്. നാസ് 100ലെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഐ ആം ബുള്ളിഷ് ഓൺ നാസ് 100. നാസ് 100ൽ ഞാൻ ഓൾറെഡി പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നിന്ന് ഓൾറെഡി ഇപ്പോൾ ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്നും റിവേഴ്സൽസ് കിട്ടിക്കൊണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ബുള്ളിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ തന്നിട്ടുണ്ട്. സോ ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്തത് രണ്ട് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളാണ്. രണ്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾ മറക്കരുത്, ശ്രദ്ധിക്കുക ഇതൊക്കെ. 22.202.6 ഞാൻ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാം. 22.202.6 ആൻഡ് 22.211.2. ഇത് ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. സോ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് ഒരു 1 മിനിറ്റ് ടൈം ഫ്രെയിംസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ബൈ എൻട്രീസ് നമുക്ക് ഇവിടെ പ്ലാൻ ചെയ്യാൻ പറ്റും. 15 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ POI ആണ് ഞാൻ ഈ പറയുന്നത്. US 100ന് വേണ്ടി, നാസ് 100ന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പെപ്പർ സ്റ്റോണിൻ്റെ പെപ്പർ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ബ്രോക്കറിൻ്റെ ചാർട്ടാണ്. ഇനി ഇൻ കേസ് ഈ പറഞ്ഞ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ബയേഴ്സ് കിക്കിലായില്ല, ആൻറ്റിസിപ്പേറ്റ് ചെയ്തതിൽ കിക്കിലായില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സെൽസ് ലിക്വിഡിറ്റി അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. അതൊരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. 22.195.5. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും ഇൻ കേസ് ഈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വർക്കൗട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ബൈസ് പ്ലാൻ ചെയ്യാം. എന്തായാലും ഓവറോൾ ഞാൻ ബുള്ളിഷ് തന്നെയാണ് നാസ് 100ൽ. എൻ്റെ ഒരു ആവറേജ് ടാർഗറ്റ് എന്ന് പറയുന്നത് യെസ്റ്റർഡേസ് സ്വിംഗ് ഹൈ ആണ്. ഈ കാണുന്ന വീക്ക് ഹൈ എന്ന് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്ന ഈ ബൈസ് ലിക്വിഡിറ്റി, നമുക്കത് ബൈസ് ലിക്വിഡിറ്റി ആണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ 22,234.1 അതൊരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. സോ അത് ഒരു ആവറേജ് ടാർഗറ്റ് ആക്കി വെച്ചിട്ടായിരിക്കും ബൈസ് പേഴ്സണലി ഞാൻ എന്തായാലും പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ ഈ വീക്ക് ഇപ്പോൾ ഓവറോൾ പറയുമ്പോൾ അത്യാവശ്യം നല്ല വീക്കാണ്. നമുക്ക് ഈ ഒരു വീക്കിൽ മിനിഞ്ഞാന്ന് അത്യാവശ്യം നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയിൽ. നമുക്ക് ഗോൾഡിൽ മിനിഞ്ഞാന്ന് നല്ലൊരു ബൈ എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു നൈറ്റ് ആയപ്പോഴത്തേക്കും നല്ലൊരു റിസ്ക് ടു റേഷ്യോടെ തന്നെ നമുക്ക് നല്ലൊരു ടാർഗറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡിലെ എൻട്രി. ഏകദേശം 1:2.6 RR ആണ് നമ്മൾ ഒറ്റ ട്രേഡിൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. RR നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ മാത്രമല്ല, നമ്മുടെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് പേര് സെയിം ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അവരും അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റും ഈ ഒരു ഒറ്റ ട്രേഡിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ പിന്നീട് ചൊവ്വാഴ്ചത്തേക്ക് നമ്മൾ ഇന്നലെ എൻട്രീസ് ഒക്കെ പ്ലാൻ ചെയ്തെങ്കിൽ പോലും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത പോലെ ലെവൽസിലൊന്നും നമ്മൾ വിചാരിച്ച പ്രൈസ് ആക്ഷൻസ് നമുക്ക് കിട്ടിയില്ല. സോ അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മൾ എൻട്രി എടുത്തിട്ടില്ല. ഇന്നലെ മാത്രമേ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ വീക്ക് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. നമ്മൾ പ്രീ മാർക്കറ്റ് അനാലിസിൽ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ ഇന്നത്തെ ന്യൂസിനെ പറ്റി പറയാനാണെങ്കിൽ ഇന്ന് വെനസ്ഡേ June 25 ആണ് 2025.
ഈവനിങ് 7:30 USD ഫെഡ് ഷെയർ പവർ ടെസ്റ്റ് ഫേസ് ഉണ്ട്. ഇതൊരു മേ ബി നോട്ട് എന്നുള്ള രീതിയിലുള്ള ന്യൂസാണ്. ചിലപ്പോൾ ഇമ്പാക്ട് ഉണ്ടാക്കാൻ, ചിലപ്പോൾ ഇമ്പാക്ട് ഉണ്ടാക്കില്ല. ഇന്നലെയൊന്നും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും പേഴ്സണലി ഞാൻ ട്രേഡ്സ് ഹോൾഡ് ചെയ്യുന്നതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം അറിയാമല്ലോ, പവർ ടെസ്റ്റ് ഫേസ് ആണ്. ഇമ്പാക്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തേക്ക് പറയാനുള്ളത്. സോ ആസ് യൂഷ്വൽ ട്രേഡ് സേഫ്. നിങ്ങൾ നന്നായിട്ട് തന്നെ റിസ്ക് മാനേജ്മെൻറ്റും ഒരു പക്ക സിസ്റ്റത്തോടെ ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് പ്ലാനോടെ തന്നെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക. ഒരു പ്രോപ്പർ ആയിട്ടുള്ള 1% കൂടുതൽ ഒരിക്കലും ഒരു ട്രേഡ് റിസ്ക് ചെയ്യരുത്. 2 ട്രേഡിൽ കൂടുതൽ ഒരു ദിവസം ട്രേഡ് എടുക്കാനും നിൽക്കരുത്. ഓക്കെ, സോ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിന് ഡെഫിനറ്റ്ലി നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം, ഇതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങൾ പരിഗണിച്ചിട്ടുള്ളതാണ്. സോ നമുക്കിനി ഇന്നത്തെ ഡെയിലി അനാലിസിസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്കിനി അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസുമായിട്ട് നാളെ മോർണിംഗ് തന്നെ കറൻസി ബിപ്സ് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ് ഫൗസ് ഫ്രം കറൻസി ബിപ്സ്.